ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സബലമീ ജീവിതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസിലെ ഉദ്യോഗസ്ഥനും തൻ്റെ ഔദ്യോഗിക ജീവിതത്തെ തനതായ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വേദിയാക്കി മാറ്റുകയും ചെയ്ത ബഹുമാനപ്പെട്ട മാർട്ടിൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാറിൻ്റെ ജീവിതത്തെ നമുക്കിന്ന് അടുത്ത് പരിചയപ്പെടാം. സ്വാഗതം സാർ. സാർ 1971 ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് സർവീസിലെ ഓഫീസറായിട്ട് ചുമതലയേക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ കണക്കുകളും ഓഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവയുടെ എല്ലാം കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷനാണല്ലോ ഇത്. സാർ, എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ഇതിൽ എത്തിച്ചേർന്നത്? ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനായിരുന്നു. പ്രൊഫഷൻ എന്നല്ല, ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു പ്രൊഫഷനെ പറ്റി. ഒരു ജീവിതത്തിലൊരു ആഗ്രഹം അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഉള്ള പരിശ്രമമായിരുന്നു. പക്ഷേ സഫലമായില്ല. ഏതാണ്ട് 2 കൊല്ലത്തെ അധ്യാപനത്തിന് ശേഷം അതിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നു. തുടർന്ന് 2 മാസത്തിനകം ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, എനിക്ക് തികച്ചും അപരിചിതമായ, ഞാൻ പഠിക്കാത്ത വിഷയമായ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. അതൊക്കെ കർത്താവ് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു. സാർ പഠിച്ച വിഷയം ഏതായിരുന്നു? ഞാൻ പഠിച്ചത് സസ്യശാസ്ത്രമായിരുന്നു. ബിരുദവും ബിരുദാനന്തരവും ഞാൻ പഠിച്ച കൊല്ലത്തെ ഫാത്തിമ കോളേജിൽ നിന്നാണ് എടുത്തത്. തുടർന്ന് അവിടെ തന്നെ 2 കൊല്ലം അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തു. അങ്ങനെ താല്പര്യമില്ലാതെ ഒരു പുതിയ ജോലിയിലേക്ക് വന്നിട്ട് പിന്നീട് എങ്ങനെയാണ് സാർ ആ മേഖലയിൽ ഇത്രയും മികച്ച ഒരു സർവീസ് കാഴ്ചവെക്കാൻ പറ്റിയത്? ജീവിതത്തിന് അനിവാര്യമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു തൊഴിൽ ലഭിക്കുക എന്ന് പറയുന്നത് 71 കാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ കിട്ടുന്ന ജോലി സ്വീകരിക്കുക. ഇതിനൊരു പരീക്ഷയുണ്ടായിരുന്നു. അന്നൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി അധ്യാപക രംഗത്തിരിക്കുമ്പോൾ ചുമ്മാ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി എൻ്റെ പരീക്ഷ എഴുതിയതാണ്. പക്ഷേ അത് ഫലപ്പെട്ടു. കാരണം അത് എഴുതണമെന്നുള്ളതൊക്കെ കർത്താവ് നേരത്തെ നിശ്ചയിച്ചിരുന്നുകൊണ്ടാണ് എഴുതേണ്ടി വന്നത്. അധ്യാപകൻ ആകണമെന്ന് പിന്നീട് ആഗ്രഹം ഉണ്ടായോ ഈ സർവീസ് എത്തിയതിന് ശേഷം? ഒരു ഹാങ് ഓവർ കുറച്ച് കാലത്തേക്ക് 1-2 കൊല്ലത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്നുള്ളൊരു തീരുമാനത്തിലെത്തിക്കുകയും പിന്നെ അതിൽ തന്നെ തുടരാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. സാറിൻ്റെ സ്വദേശം എവിടെയാണ്? എൻ്റെ സ്വദേശം കൊല്ലം ടൗൺ തന്നെയാണ്. പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയായിരുന്നു. വീട്ടിലെ 2-3 സഹോദരിമാരും അനുജനും ഉണ്ടായിരുന്നു. അനുജൻ കപ്പൂച്ചൻ സന്യാസ സഭയിൽ ചേർന്ന് മീനച്ചിലാറ്റിൽ വെച്ച് വെള്ളത്തിൽ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ മാത്രമാണ് ആണായിട്ട് അവശേഷിച്ചത്. പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം പരസഹായത്തോടു കൂടിയാണ് സ്കൂൾ വിദ്യാഭ്യാസവും കലാലയ വിദ്യാഭ്യാസവും ഒക്കെ പൂർത്തിയാക്കിയാണ് കഴിഞ്ഞത്. അപ്പോഴും മനസ്സിലൊരാഗ്രഹം ഒരു അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. സാറിന് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് എങ്ങനെയായിരുന്നു? സ്പിരിച്വൽ ലെവലിൽ സാർ സൂചിപ്പിച്ചു അമ്മയാണ് സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്, വളർത്തിയത്. എത്തരത്തിലുള്ള പരിശീലനമാണ് വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്? ബാല്യകാല ഫോർമേഷൻ നടക്കുന്നത് കപ്പൂച്ചൻ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അനുജൻ അതിനകത്ത് ചേരാനും കാരണം. ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകണമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അമ്മ വലിയ സ്ട്രിക്റ്റായിരുന്നു. സാധാരണ കുട്ടികളെ പോലെ ഒരു സ്വാതന്ത്ര്യം അധികം തന്നിരുന്നില്ല. രാവിലെ എഴുന്നേൽക്കണം, ദിവ്യബലിയിൽ സംബന്ധിക്കണം, തിരിച്ചു വരണം, പിന്നെ സ്കൂളിൽ പോകണം. സ്കൂൾ വിട്ടാൽ ഒരു കൃത്യസമയമുണ്ട്. 4 മണിക്ക് വിട്ടാൽ 4:30 ആകുമ്പം തിരിച്ചു വരണം. പിന്നെ വേദപാഠ ക്ലാസ്സുകൾ മുടങ്ങാതെ പോകണം. അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മൊണാസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് സൺഡേ ക്ലാസ്സുകളുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ പഠിച്ചതൊരു കത്തോലിക്ക വിദ്യാലയമായിരുന്നതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരത്ത് പതിവ് ക്ലാസ് കഴിഞ്ഞാൽ കത്തോലിക്ക കുട്ടികൾക്ക് വേണ്ടി മതാഭ്യാസം ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ പങ്കെടുക്കേണ്ടി വന്നു. അതിൻ്റെ നല്ല പാഠങ്ങളൊക്കെ എനിക്ക് പിൽക്കാലത്ത് കുറേയൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. സാറിനെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് സാറിൻ്റെ മാതാവാണല്ലോ. കാരണം സാറിൻ്റെ പിതാവ് സാറിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതുകൊണ്ട് അമ്മയെ സാർ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പപ്പ
നേരത്തെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയത് കൊണ്ട് തന്നെ പപ്പ ചെയ്യേണ്ട എല്ലാ കടമകളും എൻ്റെ അമ്മ ഏറ്റെടുത്തു. പപ്പ പൊതുവെ വളരെ സ്ട്രിക്റ്റായിട്ട് പെരുമാറുന്ന എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് പപ്പായെ ഞാൻ അനുസ്മരിക്കുന്നത്. അതുതന്നെ അമ്മ അനുവർത്തിച്ചു തന്നു. മക്കൾ നന്നായിട്ട് വളരണം, നല്ല നിലയിൽ എത്തണം എന്നുള്ള വലിയൊരു വാശി അമ്മയ്ക്കുണ്ടായിരുന്നു. ആ ഒരു ബോധ്യത്തോടെയാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റ് പലരും അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളോ സ്വാതന്ത്ര്യമോ ഞങ്ങൾക്ക് അത്ര കൂടുതലായിട്ടൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ അമ്മ വളരെ കർശനക്കാരിയായിരുന്നു. കുട്ടിക്കാലത്ത് സാറിന് കിട്ടിയ ഈ ആത്മീയ പരിശീലനങ്ങൾ പിന്നീട് സാറിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? ചെറുപ്പത്തിൽ കിട്ടിയ അത് കോളേജിൽ ഏതാണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരെ അതേ നിലയിൽ തന്നെ തുടരേണ്ടി വന്നു എനിക്ക്. അത് നിർബന്ധപൂർണ്ണമായിരുന്നു. പിന്നെ താല്പര്യമുണ്ടായിരുന്നു, സാഹചര്യങ്ങളും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുക. കാരണം എൻ്റെ പഠനത്തെ സഹായിച്ചതൊക്കെ ഇങ്ങനെയുള്ള നല്ല ചില ഭക്തരായ വ്യക്തികളൊക്കെയാണ്. അപ്പം പഠിക്കുന്നവരെ അത് കുഴപ്പമില്ല. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോഴേ നമ്മുടെ ആത്മീയതയുടെ അളവുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്ന് തുടങ്ങി. പ്രത്യേകിച്ച് ഞാൻ കോളേജിൽ നിന്ന് വിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യമായി. കാരണം വീട്ടിൽ നിന്ന് കുറച്ചകലെ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഓഫ് ടൈം, ഈ വീണ് കിട്ടുന്ന ഒഴിവു സമയങ്ങളൊക്കെ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഉല്ലസിച്ച് കഴിയാനൊക്കെ ഉള്ളൊരു താല്പര്യമൊക്കെ കൂടി. അപ്പം ക്രമേണ ഹോസ്റ്റലിൽ താമസമൊക്കെ ആകുമ്പോൾ ഈ ജപമാലയിൽ ഒക്കെ കുറവ് വന്നു, പ്രാർത്ഥനയിലെ അളവിൽ കുറവ് വന്നു. പിന്നെ പള്ളിയിൽ പോകണമെന്നുള്ള കാര്യത്തിലൊരു നിഷ്ഠയുണ്ടായിരുന്നു. അത് ഞായറാഴ്ച മാത്രമായിട്ട് ചുരുങ്ങി. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ വീട്ടിൻ്റെ പരിധിയിൽ നിന്ന് മാറിയതോടെ ആത്മീയതയുടെ അളവിലും കുറവ് വന്നു. പിന്നീട് വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥനയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും ഒക്കെ സാർ തിരിച്ച് വരുമ്പോൾ അതിലേക്കുണ്ടായ ഒരു വളർച്ച അത് എങ്ങനെയാണ് സംഭവിച്ചത്? അത് ഒരു തരത്തിലൊരു എന്നെ അതിലേക്ക് നിർബന്ധിതനാക്കിയതാണ്. കാരണം വിവാഹം കഴിഞ്ഞൊരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ശാരീരിക പ്രതിസന്ധി, ഈ മെഡിക്കൽ ടൈമിൽ വെർട്ടിബ്രോ ബേസിലാർ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു രോഗം എന്നെ പിടികൂടി. പെട്ടെന്ന് ബാലൻസ് പോവുക, വീണു പോവുക. അതൊരു വലിയ പ്രതിസന്ധി പോലെ എനിക്ക് തോന്നി. കാരണം എനിക്ക് തന്നെ എന്നെ തന്നെ വിശ്വാസമില്ല ഒന്നും ചെയ്യാൻ. നടന്നു പോയാൽ എപ്പോഴാണ് വീഴുന്നത്, നടക്കുന്നത് തന്നെ ഒരു ഫോം മെത്തേഡ് പുറത്തുകൂടെയാണോ എന്നുള്ള തോന്നുന്ന രീതിയിലുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടായി. ധാരാളം ചികിത്സകൾ ഇതിനെ തുടർന്ന് സ്വീകരിക്കുകയുണ്ടായി. എങ്കിൽ പോലും പഴയ നമ്മുടെ ആ ചലനശേഷിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസോ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് എന്നെ ഒരുപക്ഷെ തിരിച്ചുവരവിലേക്ക് നയിച്ചത്. അതിനൊരു കാരണമുണ്ട്. 87 കാലഘട്ടങ്ങളിൽ നായിക്കമ്പറമ്പിലച്ഛൻ അന്ന് പോട്ടെ ആശ്രമത്തിൽ നിന്ന് ധ്യാനങ്ങൾ പുറത്തു പോയി കൺവെൻഷനുകളൊക്കെ നടത്തി തുടങ്ങിയ കാലം. പാങ്ങോട് ആശ്രമത്തിൽ 87 അച്ഛൻ വന്നൊരു കൺവെൻഷൻ നടത്തി. അപ്പം അതിനെപ്പറ്റി വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇത്തരം പ്രാർത്ഥനകളോട് ഒരു വിരക്തിയായിരുന്നു, അതിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മാത്തച്ഛൻ, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊരു ഓഫീസറായിരുന്നു. മാത്തച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ വലിയ രസകരമായ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു, നമുക്കൊന്ന് പോവാം. ഞാൻ വരുന്നില്ല, താങ്കൾ പോക്കോ, അതല്ല ഇന്ന് എൻ്റെ കൂടെ വരണം. അപ്പോഴേ എനിക്ക് അധികം നിൽക്കാനൊക്കത്തില്ല. ആ കാലഘട്ടങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ബാലൻസ് ഇല്ലാതാകുകയും ഞാൻ വീണു പോവുകയും ചെയ്യും. ഞാൻ ഈ കൺവെൻഷൻ ഇദ്ദേഹത്തിന് നിർബന്ധം കാരണം ഇദ്ദേഹത്തോടൊപ്പം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ കൊച്ചു കൊച്ചു വചനങ്ങൾ പറയുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ 1-2 വാചകങ്ങളിൽ നിർത്തുന്നു. അത് കഴിഞ്ഞൊരു സംഭവം പറയുന്നു, വീണ്ടും പറഞ്ഞ വാചകവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ചില ഹീലിംഗ് ഒക്കെ അച്ഛൻ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഉടൻ തന്നെ അത് ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. അതൊക്കെ ഞാനിങ്ങനെ വളരെ രസകരമായിട്ട്
ഒരു എന്നതാ നമ്മൾ ഈ ജാലവിദ്യയൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കണ്ട് രസിച്ച് നിൽക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചു, ഞാൻ വീണില്ലല്ലോ. അതൊരു അനുഭവമായിരുന്നു. അതേ തുടർന്ന് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ കൂടെ ചാലക്കുടിയിലെ പഴയ മുനിസിപ്പൽ ചെയർമാൻ AL ജേക്കബ്, അദ്ദേഹം ഈ പോട്ടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടെ വന്ന് എന്നോട് പറയും ഇങ്ങനെ പോട്ടയിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു അവിടെ വന്നൊരു ധ്യാനം കൂടണം. ഞാൻ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ പോട്ടയിൽ വന്നൊരു ധ്യാനം കൂടി. ആ ധ്യാനം ഒരു തിരിച്ചുവരവിന് കാരണമായി. സാർ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണല്ലോ ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്, പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലേക്ക് സാർ വീണ്ടും തിരിച്ചു വരുന്നത്. അതെ. ഇത് സാറിൻ്റെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സാറിൽ ഉണ്ടാക്കിയത്? ഈ മാറ്റം പെട്ടെന്നല്ല, വളരെ ക്രമേണ ഗ്രാജുവലായിട്ട് വന്നൊരു മാറ്റമാണ്. ആദ്യമേ പഴയ പോലെ ദൈവബലിയിൽ സംബന്ധിക്കാൻ തുടങ്ങി, പതിവായിട്ട് അനുചിന്ത ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തുടങ്ങി, പിന്നെ ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ മാറ്റം വരുന്നത് ഞാൻ ജപമാല കൂടുതൽ ചൊല്ലാൻ തുടങ്ങിയതിലൂടെയാണ്. ഞാൻ ഓഫീസിൽ പോകുമ്പം പോക്കറ്റിലെപ്പോഴും കൊന്ത കാണും. ആരും കാണാതെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കൊന്തയിൽ ഇങ്ങനെ തെരിപ്പിടിപ്പിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടുപോകും. അപ്പോൾ ചിലരൊക്കെ പറയാൻ വലിയ ജാടയാണ്, പോക്കറ്റിൽ കയറ്റിട്ടേ നടക്കത്തുള്ളൂ. അസത്തി അങ്ങനെ ആ ജപമാല പ്രക്രിയ ഞാൻ ഓഫീസിൽ പോകുമ്പോഴും അവിടെ ചെന്ന് കയറുന്നവരെയൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ചില ബസ്സിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്, ബസ്സിലാണേലും സ്കൂട്ടറിലാണേലും ഒക്കെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ പിന്നിൽ ഒത്തിരി ജീവിതങ്ങളുടെയോ സമൂഹങ്ങളുടെയോ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ യഥാവിധി പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, അതിന് നമുക്ക് പ്രതിഫലവും തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതിഫലത്തിന് അർഹമായ രീതിയിൽ ജോലി ചെയ്യണം എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ ഒരു ജീവിത രീതിയിൽ തൊഴിൽ രീതിയിലേക്ക് വരാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ താഴെയുള്ള എൻ്റെ കൊളീഗ്സ് ക്രമേണ അത്തരം ഒരു നിലപാടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പിലെ ജീവനക്കാർക്ക് ഒത്തിരി ഞങ്ങളോട് സ്നേഹവും അനുഭവവും ഒക്കെ ഉണ്ടായി. കാരണം അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുന്നു എന്നത് അവർക്ക് വലിയ കാര്യമായി തീർന്നു. സാറിൻ്റെ മുമ്പിൽ എത്തിക്കൊണ്ടിരുന്ന ഫയലുകളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരുടെ PF, ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ പെൻഷൻ തുടങ്ങിയ ഫയലുകളായിരുന്നല്ലോ. ഇത്തരം ഫയലുകളാണ് സാർ 35 വർഷക്കാലം അതിനെല്ലാം തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ കാലം അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ വളരെയേറെ കാലതാമസം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഫീസിൽ നിന്ന് ഇത്തരം ഫയലുകളെല്ലാം നീങ്ങി ശരിയാവുക എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു മേഖലയിൽ ഇത്തരം കാലതാമസങ്ങൾ ഉണ്ടാകാവുന്ന ഫയലുകൾ, ഈ ഫയലുകളിൽ എല്ലാം സാർ ഓരോ ഉദ്യോഗസ്ഥരുടെ ജീവിതം എല്ലാം കണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ സാറിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ സർവീസിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഏജിമാരുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ മിക്കവാറും ഓഫീസിലെ ഫയലുകളും ഒക്കെ എൻ്റെ മുമ്പിൽ വരും. എന്ന് മാത്രമല്ല, ചില വ്യക്തികൾ അവരുടെ വിഷമങ്ങൾ ഏജിയെ നേരിട്ടറിയിക്കാനായിട്ട് വരുമ്പോൾ അവരെ കാണണമെങ്കിൽ ഞാനത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഏജി എടുത്ത് പോകേണ്ട കേസാണോ അല്ലയോ ഒന്ന് നിർണ്ണയിക്കപ്പെടുകയുള്ളൂ. അപ്പം അങ്ങനെ വന്നൊരു പല കാര്യങ്ങളിലൊന്ന് ഞാനിപ്പം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഞാനൊരു ദിവസം രാവിലെ ഓഫീസിലിരുന്ന് എൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ഒരു 6 അടി പൊക്കവും നല്ല ഒത്ത ശരീരവും വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും ഒക്കെ ഉടുത്ത ഉന്നത ശീർഷനായ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നു. മുഖത്തൊക്കെ ഭയങ്കര ഗൗരവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. വന്ന് ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം കസേരയിലിരുന്നു. എന്ത് വേണം, എന്താണ് ആവശ്യമെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു എനിക്ക് ഏജിയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ എന്താവശ്യത്തിനാണ് കാണേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് പറയാൻ കൂട്ടാക്കിയില്ല. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞെങ്കിൽ
എനിക്കത് എ ജിയോട് പറഞ്ഞെങ്കിൽ എ ജി തീരുമാനിക്കത്തുള്ളൂ നിങ്ങളെ കാണണോ വേണ്ടായോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എ ജിയുടേതായിട്ട് ഞാൻ സ്വീകരിച്ച് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ എങ്കിലേ മനസ്സിലാകുള്ളൂ, എന്നോട് പറയണമെന്ന് പറഞ്ഞു. അയാൾ വളരെ ധാർഷ്ട്യത്തോടെ അത് പറയത്തില്ല, നിങ്ങളെക്കാൾ വലിയ ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഈ ഓഫീസിൽ തന്നെ കണ്ടിട്ടാണ് വരുന്നത്, അവർക്കൊന്നും നടക്കാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അദ്ദേഹത്തിനെ അറിയിക്കണമെങ്കിൽ ഇത് വേണം, പറയണമെന്ന് പറഞ്ഞു. കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന് എ ജിയെ കാണാൻ പറ്റത്തില്ല എന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പെൻഷനായിട്ട് കുറച്ച് കാലമായി, അദ്ദേഹത്തിൻ്റെ PF-ൽ ഒരു 10 ലക്ഷത്തിലധികം രൂപ കിടപ്പുണ്ട്, അതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ സാങ്ഷനായിട്ട് കിട്ടിയില്ല, അദ്ദേഹം പെൻഷനായ ഒരാളാണ്, അവരുടെ അവശതകൾ മനസ്സിലാക്കാൻ ഇവിടെയുള്ളവർക്ക് കഴിയുന്നില്ല എന്നൊക്കെ പരാതിയൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, നിങ്ങളെക്കാൾ വലിയ ഓഫീസർ ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ ഇത് അന്വേഷിച്ചു, അവരും എനിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുത്തില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടിത് പറ്റുന്നത്? എനിക്കൊരു അവസരം തരുമെന്ന് പറഞ്ഞു. കളിമുണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു PF-ൻ്റെ ചാർജുള്ള ഒരു സുഹൃത്ത്, ഒരു കുറിപ്പ്, അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടോ ഇതെന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയണം, ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നീതികേടാണ്, അത് ഉടനെ അന്വേഷിച്ച് കാര്യം പറയണം, എനിക്ക് അദ്ദേഹത്തിനോടത് പറഞ്ഞു വിടാനാണ്. കുറിപ്പ് നല്ലൊരു മാതൃക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഉടനെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് എപ്പോഴോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ 2 അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ 2 PF അക്കൗണ്ടുകൾ മിസ്സിങ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ കണക്കുകളുടെ രേഖകളിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ സസ്പെൻസിൽ അക്കൗണ്ടിൽ കാണും, നമുക്കൊന്ന് പരിധി നോക്കിക്കൂടെ? അദ്ദേഹം കുറിപ്പ് ഉടനെ തന്നെ സസ്പെൻസ് അക്കൗണ്ട് പരിശോധിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ അത് അദ്ദേഹത്തിന് റിലീസ് ചെയ്ത് കൊടുക്കാമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്പ്യാരനോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യൂ, വൈകിട്ടൊരു 3 മണിയാകുമ്പോൾ അപ്പം ഞാനിത് ഒരു റിസൾട്ട് തരാമെന്ന് പറഞ്ഞു. എനിക്കൊട്ടും പ്രതീക്ഷയില്ല, ഞാൻ 3 മണിക്ക് വരുമെന്ന് പറഞ്ഞ് പള്ളി വളരെ പ്രകോപിതനായിട്ട് ഇറങ്ങിപ്പോയി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മിസ്സിംഗ് ക്രെഡിറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ട്രഷറിയിൽ നിന്ന് തന്നെ ഫാക്സ് വഴി വരുത്തി അതെല്ലാം സെറ്റിൽ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് നടത്താനുള്ള ഓതറൈസേഷൻ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ കോപ്പി ഒരു കവറിലിട്ട് തന്നു. ട്രഷറിക്ക് പോകേണ്ട ഓതറൈസേഷൻ്റെ കോപ്പി അപ്പോഴത്തന്നെ സ്പീഡ് പോസ്റ്റിൽ അയക്കുകയും ചെയ്തു. 3 മണിയായപ്പോൾ നമ്പ്യാർ എൻ്റെ മുമ്പിൽ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് വന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ മേശയിൽ നിന്ന് ഞാൻ ഈ കവറെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം കവറ് പൊളിച്ച് നോക്കി മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് കണ്ണും പൊത്തിയിരുന്ന് ഒരു കൊച്ചു കുഞ്ഞ് പൊട്ടിക്കരയുന്ന പോലെ പൊട്ടിക്കരച്ചു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ചെന്ന് തോളെ തട്ടിക്കൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി? സാർ, ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ മറ്റന്നാളത്തെ പേപ്പറിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും ആത്മഹത്യ ചെയ്തു എന്നൊരു പേപ്പർ പാലക്കാട് എഡിഷനിലെങ്കിലും വരുമായിരുന്നു. കാര്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ആവശ്യത്തിന് വേണ്ടി അത് ഈ പൈസയ്ക്ക് വേണ്ടി വളരെ വിഷമിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അത് ദൈവത്തിൻ്റെ ഇടപെടൽ, കാരണം എനിക്ക് കിട്ടിയ ആധ്യാത്മിക ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ശുശ്രൂഷയുടെ മനോഭാവത്തിൽ അത് കൈകാര്യം ചെയ്തപ്പോൾ അതിന് ശരിയായിട്ടുള്ളൊരു റിസൾട്ടുണ്ടായി. അതെനിക്ക് ഒത്തിരി സന്തോഷം തന്നു. ഇതുപോലെയുള്ള ഒത്തിരി മുഹൂർത്തങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. ആത്മീയ രംഗത്തുള്ള സാറിൻ്റെ വളർച്ച തന്നെയാണ് ഈ ജോലിയുടെ രംഗത്തും ഇതുപോലെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാറിനെ സഹായിച്ചത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ എനിക്ക് ആ മനുഷ്യൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ഇടപെടാനും ഞാൻ ഏതൊക്കെ വ്യക്തിയിലൂടെ ഇടപെട്ടു അവരിലൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനും അതുകൊണ്ട് തന്നെ അതിന് ശരിയായ ഒരു പരിസമാപ്തി ഉണ്ടാകാനും കാരണമായത് നമ്മുടെ ആധ്യാത്മികതയിലുള്ള വിശ്വാസവും പ്രത്യാശയും ഒക്കെ കൊണ്ട് മാത്രമെന്ന്
എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ ഒരു പ്രത്യേക ഒരു വർക്ക് കൾച്ചർ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജനങ്ങൾക്ക് സർവീസ് ചെയ്യുന്ന നല്ലൊരു വർക്ക് കൾച്ചർ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സാറിന് സാധിച്ചു. അത് എങ്ങനെയാണ് സാർ അത് നേടിയെടുത്തത്? അത് കിട്ടിയ ബോധ്യത്തിൽ നിന്നാണ്. അത് പറഞ്ഞില്ല, നമുക്ക് ആത്മീയ ബോധ്യത്തിൽ നിന്ന് കിട്ടിയ ഒരു പരിശീലനമായിരുന്നത്. ഞാൻ എൻ്റെ ഓഫീസിനെ, ഞാൻ പ്രവർത്തിച്ച മേഖലയെ ഒരു സന്തുഷ്ടമായ കുടുംബം പോലെയാണ് കണ്ടിരുന്നത്. അവിടെ ഞാൻ മേലാവും മറ്റുള്ളവർ താഴെയുള്ള എൻ്റെ അനുദ്യോഗസ്ഥരുമായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല. ഞാനൊരു ജ്യേഷ്ഠനും എൻ്റെ അനുജന്മാരും അനുജത്തിമാരും എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നു, എന്നോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വീഴ്ച പറ്റാതെ നോക്കേണ്ടത് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ബോധ്യമാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ അവർക്ക് പകർന്നു കൊടുത്തു. ഈ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതുതന്നെയാണ് മറ്റുള്ളവരിൽ ഉള്ളത് എന്ന് ഇവരെ ഞാൻ സ്നേഹമസ്രണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കൊച്ചുങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ പ്രവർത്തിച്ച് കാണിച്ചതും അതേപോലെ തന്നെ അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ മേഖലകളിലൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്ക് വലിയ താല്പര്യമായിരുന്നു. കാരണം അവർക്കിവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നടന്നു പോകുന്ന അപ്പം ഇതൊരു ശുശ്രൂഷയായിട്ട് നമ്മുടെ ഉപജീവന മാർഗത്തെ തന്നെ ഒരു ശുശ്രൂഷയാക്കി മാറ്റി അവിടെ തന്നെ ഒരു കുടുംബാന്തരീക്ഷം സഹപ്രവർത്തകരുമായിട്ട് ചേർന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഔദ്യോഗിക മേഖലയിലൊന്നും അസാധ്യമല്ല.